ഇതൊരു ഫംഗ്ഷന് പോവാണ്. അപ്പം ബ്ലാക്ക് ബെൽറ്റ് സെറമണി ഫംഗ്ഷനാണ് പോകുന്നത്. ഞാനും ചേട്ടനും കുട്ടികളും എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ ഫംഗ്ഷന് വിട്ടതിന് ശേഷം ഞങ്ങൾ അതിന് തൊട്ടടുത്തായിട്ടാണ് കായൽ. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഇട്ട് വരാമെന്ന് ചൊല്ലിയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെയൊക്കെ അവിടെ ഫംഗ്ഷൻ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങോട്ട് ഈ കായംകുളം കായലിൻ്റെ അടുത്തോട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാതെ. ഞങ്ങളിങ്ങനെ വന്ന് കായലിൻ്റെ സൈഡിൽ കിടങ്ങി നടന്നപ്പോൾ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. അന്നേരം പിന്നെ ഞങ്ങൾ ഇതിനടുത്തുള്ള 2 കടയുണ്ടായിരുന്നു, അവിടോട്ട് കയറി. ഒരു കടയിലോട്ട് ഞങ്ങൾ കയറിയിരുന്നു. അവിടോട്ട് കയറിയപ്പോൾ കുപ്പിയിൽ ഇങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ടതും ബ്ലോളിക്ക പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കണം. പിന്നെ ഞങ്ങൾ അതേലെ കുറച്ച് മേടിച്ചു. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്. ഇപ്പോഴത്തേന് മഴയൊക്കെ തോന്നും. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇതിൻ്റെ വരാന്തേക്കിടങ്ങി നടക്കാൻ തുടങ്ങി. ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന കൈവരി പോലത്തെ അത് അങ്ങ് കായലിൻ്റെ എൻഡ് വരെ അങ്ങ് വരെയും കെട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം. പക്ഷേ ഇപ്പം മഴ പെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വെള്ളം കിടക്കുമല്ലേ, അപ്പം നമുക്ക് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല. പിന്നെ ഇതിന് മുകളിലായിട്ട് വലിയൊരു കൂടാരം പോലെ ഉണ്ട്. സ്റ്റെപ്പ് കയറിയാൽ മണ്ടയ്ക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായാലും ഇതിൻ്റെ മൊത്തം ഒരു വ്യൂ കിട്ടും. കായലിൻ്റെ മൊത്തത്തിലുള്ള അതൊക്കെ കാണുമ്പോൾ എടുക്കുകയൊക്കെ നല്ല നല്ല ഭംഗി അവിടെ ഇരുന്നോട്ട് കാണുമ്പം. പിന്നെ ഇവിടെ വലിയൊരു മത്സ്യകന്യയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അത് നല്ല ഇതാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായാലും ഒക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന്. നല്ല ഇതാണ് ഫോട്ടോസൊക്കെ എടുക്കാനായാലും എല്ലാം തന്നെ. പിന്നെ ഇവിടെ വെച്ചാണ് നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്നത്. കൂടുതലും ഇവിടെ വെച്ചാണ് വള്ളംകളി നടക്കുന്നത്. ഞങ്ങൾ പിന്നെ വന്നപ്പോൾ വലുതായിട്ട് ആളൊന്നും ഇല്ലായിരുന്നു ഇവിടെ വലുതായിട്ട്. പിന്നെ കുറച്ച് ഒരു മഴയൊക്കെ തോന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറേ കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അവിടേക്ക്. പിന്നെ കൂടുതൽ കണ്ടൽക്കാട് ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം കണ്ട് പിന്നെ അവിടോട്ടൊക്കെ ഞങ്ങൾ പോയി. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ നേരം അവിടെ നേരമൊക്കെ നിന്ന് പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാനായിട്ടൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട്, കയറുന്ന ഇറങ്ങുന്നതൊക്കെ. അതൊക്കെ കുറേയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. മഴയില്ലെങ്കിൽ നല്ല ഇതൊക്കെ ഉണ്ട് ഈ ഗ്രൗണ്ടിൽ. അവിടെയൊക്കെ കുറച്ച് നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റും. ഇതിന് അടുത്തായിട്ട് തന്നെ റെസ്റ്റോറൻറ്റ് വഴി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കാനായിട്ടും ഒക്കെ. ഇനി പടിഞ്ഞാട്ട് മാറി കുറച്ച് ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നല്ല ഇരിക്കാം. ഇതിൻ്റെയൊക്കെ ചവിട്ടി അവിടെ ഒന്നും വെള്ളമൊന്നും മേടത്തിലേക്ക് വീട് പോലൊക്കെ ഉള്ളത്, അവിടെയൊക്കെ നല്ലതാണ്. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം ഒന്ന് ചുറ്റി അടിച്ച് മൊത്തത്തിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും. വണ്ടിയിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നത് അവിടെയൊക്കെ അങ്ങ് ചിലതൊക്കെ അങ്ങ് ദ്രവിച്ചങ്ങ് ഇതായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം കുറേ നേരം ഞങ്ങൾ കറങ്ങി നല്ല ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടൊരിത് കണ്ടു. അവിടെ നമ്മൾ ഈ വള്ളംകളിയൊക്കെ നടക്കുമ്പം ഈ ജഡ്ജസൊക്കെ ഇരിക്കത്തില്ലേ, അവിടെ ആയിട്ടാണ് MLA അങ്ങനെയൊക്കെ. അപ്പോൾ സന്ധ്യയോടടുക്കാറായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇപ്പോൾ കൊച്ചുങ്ങളെ വിളിക്കാനും ഉള്ള സമയമാകുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നല്ലവണ്ണം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ വിളിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ തീർന്നിട്ടില്ല. അത് ഞങ്ങൾ വിചാരിച്ച് എന്തായാലും അങ്ങ് അവരെ പോയി അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. പുറത്തെങ്ങും ആരെയും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട്. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയായിരുന്നു. കുട്ടികൾ ഫംഗ്ഷന് പോയിട്ട് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഓരോ ജ്യൂസ് കുടിക്കണം. അങ്ങനെ ഞങ്ങൾ ഷാർജ ഷേക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ അത് ഞങ്ങൾ എല്ലാം മേടിച്ച് കുടിച്ച്. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.